മലയാളത്തിലൂടെ ഇംഗ്ലീഷ് പഠിക്കാമെന്നതിൻ്റെ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്നലെ ഞാൻ ചെറിയൊരു ഹോംവർക്ക് തന്നിരുന്നു. ഇതുവരെ എനിക്ക് ഒരാളാണ് അത് അയച്ചു തന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിന് ഒത്തിരി നന്ദി. ആളുടെ പേര് എനിക്കറിയില്ല, ഞാൻ പേര് ചോദിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കൺഗ്രാറ്റ്സ് പറയാം. ഓക്കെ, ഇന്നലെ ഞാൻ തന്നൊരു ക്ലൂ ഉണ്ടായിരുന്നു. ATയിൽ അവസാനിക്കുന്ന വാക്ക് കഴിക്കുക എന്നൊരർത്ഥം വരുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ഈറ്റ് എന്നാണ്. EAT, ഈറ്റ് കഴിക്കുക. ഈക്ക് ഉച്ചാരണം എ എന്നും ഇ എന്നും ഉണ്ട്. പക്ഷെ ഈ എ ചേരുമ്പോൾ ഈ എന്നാണ് ഉച്ചരിക്കുക. EAT, ഈറ്റ് കഴിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത വാക്കെന്ന് പറയുന്നത് ഹാറ്റ് എന്നാണ്. HAT, എച്ചിന് ഹ് എന്ന് നമ്മൾ ഉച്ചരിക്കും. HA പറയുമ്പോൾ ഹാറ്റ് എന്ന് പറയുമ്പോൾ തൊപ്പിയാണ്. ഈ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ടൈപ്പ് തൊപ്പിയാണ് ഹാറ്റ് എന്ന് പറയുക. HAT, ഹാറ്റ്. ഹ് എന്ന് എച്ചിന് ഉച്ചരിക്കും. ഇത് ഓരോന്നും ഞാൻ വീണ്ടും ഉച്ചാരണം പറയുന്നത് നിങ്ങൾക്കത് നോട്ട് ചെയ്ത് വയ്ക്കാനും ഭാവിയിലേക്ക് പഠിക്കാനും വേണ്ടിയാണ്. അടുത്തത് നമ്മൾ ഓൾറെഡി പൂച്ചേനെ പറഞ്ഞു. പൂച്ച ഉണ്ടെങ്കിൽ എലി ഉണ്ടല്ലോ. RAT, എന്നാണ് ആറിൻ്റെ ഉച്ചാരണം. RA വരുമ്പോൾ റാറ്റ്, എലി. RAT, റാറ്റ് എന്ന് പറയുന്നത് എലിയാണ്. റാറ്റ്, എലി. അടുത്തത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്ക് SAT, എന്നാണ് എസിൻ്റെ ഉച്ചാരണം വരിക. എന്ന് പറയുമ്പോൾ സാറ്റ്, ഇരുന്നു എന്ന അർത്ഥമാണ്. ഇരിക്കുകയല്ല, ഇരുന്നു എന്ന അർത്ഥമാണ് സാറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സാറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുന്നു എന്നാണ്. പാറ്റ്, PAT, പാറ്റ് എന്ന് പറയുന്നത് തലോടുക. നമ്മൾ വീട്ടിൽ കുട്ടികളെ തലോടുക, അതുപോലെ തന്നെ ഓമന മൃഗങ്ങളെ തലോടുക. അപ്പോൾ PAT, പാറ്റ് തലോടുക. അല്ലെങ്കിൽ പതുക്കെ നമ്മൾ തട്ടില്ലേ, അതിനെയാണ് പാറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അടുത്ത വലിയ ഭരണികളൊക്കെ ഇല്ലേ, വലിയ ഭരണികൾക്കൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് VAT, വി ഉച്ചരിക്കുന്നത് VAT, വാറ്റ് എന്ന് പറയുന്നത് ഭരണികൾ അല്ലെങ്കിൽ വലിയ ടാങ്ക്, അതിനൊക്കെയാണ് വാറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ടാറ്റ് എന്നാണ്. TAT, ആണ്. TA എന്ന് പറയുന്നത് ടാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറഞ്ഞ വസ്തുക്കൾ. നമ്മൾ 10-20 രൂപയ്ക്ക് കിട്ടുന്ന വസ്തുക്കളെയാണ് ടാറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ടാറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം വില കുറവുള്ള. അപ്പോൾ നമ്മൾ ടാറ്റിക് ടെക്നിക്ക് എന്നൊക്കെ പറയും. അതായത് സാധനം വില കുറച്ച് കാണുന്നതിനാണ് ടാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഞാൻ ദിവസവും നിങ്ങൾക്ക് 10 മുതൽ 20 വരെയുള്ള വാക്കുകളുടെ അർത്ഥം പഠിപ്പിക്കും. ഈ അർത്ഥം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് 100 ദിവസം കഴിയുമ്പോൾ 1000-ന് മീതെ വാക്കുകൾ നിങ്ങൾക്ക് കിട്ടും. ഈ 1000-ന് മീതെ വാക്കുകൾ ഒരു ഭാഷയിൽ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ആ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റും. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ക്ലാസ് കണ്ടിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു, സാർ ഇത് പഠിപ്പിക്കുന്നു കണ്ട് സാറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു. ഇംഗ്ലീഷോ അല്ലെങ്കിൽ MA ഇംഗ്ലീഷോ ഒന്നും എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല. എനിക്ക് BCom ഡിഗ്രിയും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളത് MSW എന്ന് പറയും, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയും. ഇതൊന്നും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പ്രാപ്തമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്ക് ഒരു അടിസ്ഥാനപരമായ ക്ലാസ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് കൊടുക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10 സബ്സ്ക്രൈബറുകൾ കയറി, കമൻറ്റുകൾ വരുന്നുണ്ട്, ലൈക്ക് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനം. അപ്പോൾ അങ്ങനെ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഹോംവർക്കും കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വീഡിയോ എടുത്തിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഈ ചാനലിൽ നമ്മളിത് കാണിക്കും. പിന്നെ ഗ്രൂപ്പിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാരെ വീണ്ടും നിങ്ങൾ ഓരോരുത്തരും വിളിച്ചാൽ നന്നായിരിക്കും. കാരണം നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നെ സംബന്ധിക്കുന്ന കാര്യം. എന്നെ എന്ന് പറയുമ്പോൾ ജഗദീഷിനെ അല്ല, ഓരോ വ്യക്തികളും, ഞാനെന്ന വ്യക്തിയെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് ഞാനെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അല്ലേ, വേറെ ഞാനില്ല. അപ്പോൾ ഈ ഞാനെന്ന വാക്കിന് അർത്ഥം I എന്നാണ് ഇംഗ്ലീഷിൽ. I എന്ന് പറയുമ്പോൾ ഒന്ന്, ആലോചിച്ചാൽ മതി. ഒന്ന് എന്ന് പറയുന്നത് I എന്ന് എഴുതുന്നത് ഏകദേശം വരെയല്ലേ. അപ്പോൾ I എന്ന വാക്ക് ആണ് ഞാൻ എന്ന് ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്നലെ പഠിപ്പിച്ചു ഇംഗ്ലീഷ് സ്മോൾ ലെറ്റർ ആണ് കൂടുതലും പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ഒരേ ഒരാളുള്ളൂ, ഹംഗറി അല്ലേ. അപ്പോൾ
ഐ എന്ന അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് എപ്പോഴും. ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വെക്കേണ്ട ഐ എന്നത് വലിയക്ഷരത്തിൽ തന്നെ വെക്കണം. ഐ എന്നത് വലിയക്ഷരത്തിൽ തന്നെ വെക്കണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എപ്പോഴെങ്കിലും ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഒരു കാരണവശാലും ചെറിയ അക്ഷരം ഉപയോഗിക്കരുത്. ഇനി ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്താ? എൻ്റെ ആണ്. എൻ്റെ എന്ന് പറയുമ്പോൾ മൈ, MY. എമ്മിൻ്റെ ഉച്ചാരണം മ എന്നും വൈയുടെ ഉച്ചാരണം ഐ എന്നുണ്ട് ഇ എന്നുണ്ട്. അപ്പോൾ ഐ എന്ന വാക്കാണ് നമ്മൾ ഐ എന്ന ഉച്ചാരണമാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ MY, മൈ, എൻ്റെ, മൈ ബാഗ്, മൈ സ്കൂൾ, മൈ ടീച്ചർ, മൈ വൈഫ്. അപ്പോൾ എൻ്റെ എന്നാണ് വരിക. മൈ ബാഗ് എന്ന് പറയുമ്പോൾ എൻ്റെ ബാഗ്, മൈ ബുക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ പുസ്തകം, മൈ വൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ. ഓക്കെ, അപ്പോൾ മൈ എന്ന വാക്ക് ഉപയോഗിച്ചു. അടുത്തത് എന്നെ സംബന്ധിക്കുന്നത് വേറൊരു വാക്കാണ് എന്നെ, മീ, എന്നെ, ME, മീ, എന്നെ. എന്നെ എന്ന വാക്കിൻ്റെ അപ്പോൾ അവൻ എന്നെ തല്ലി, ഹി ഹിറ്റഡ് മീ, ഹി സ്കോൾഡഡ് മീ, അവൻ എന്നെ ചീത്ത പറഞ്ഞു, അങ്ങനെയുള്ള വാക്കുകൾ. അപ്പോൾ മീ എന്ന വാക്കാണ് ME എന്ന് പറയുന്നത്, മീ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർന്നും കമൻറ്റുകളോ നിങ്ങളുടെ സംശയങ്ങളോ ഒക്കെ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. പരമാവധി കോൾ ചെയ്യാതിരിക്കുക. ടൈപ്പ് മെസ്സേജ് ആണെങ്കിലും അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് ആണെങ്കിലും നമുക്ക് ഓക്കെയാണ്. ഞാൻ റിപ്ലൈ സൗകര്യം പോലെ തരുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ മുന്നോട്ട് പോയാൽ നമുക്ക് കുറച്ചും കൂടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.